ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം സ്റ്റൗവിലൊരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു കേക്ക് ടിന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ബാക്കി ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊക്കോ പൗഡറും മൈദയും കൂടി ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇവിടെ 2 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നനവൊന്നുമില്ലാത്ത ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി, എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ കട്ട കിട്ടും. ഇതൊരു വിസ്ക് വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫോർക്കായാലും മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് പോകാൻ തോന്നുന്നു ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ സോസ് പാനിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതൊന്ന് അടച്ചു വെച്ചതിൻ്റെ മുകളിൽ വെയിറ്റും വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് വെന്തോന്ന് നോക്കാം. ഈ ഒരു പപ്പടക്കോല് കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കുകയാണ്. അത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ ബൗളും ബ്ലേഡും ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഇതിൽ വല്ല നനവും ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഒരു ഐസിങ് ബാഗ് എടുത്ത് അതിലേക്ക് ഒരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐസിങ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളറ്റം ഒന്ന് പിരിച്ചെടുക്കണം. അടിയിൽ ഏറുണ്ടെങ്കിൽ അതൊന്ന് കളയണം. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കണം.
നേരത്തെ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ലെയറാണ് ഞാനിപ്പോൾ ഏറ്റവും അടിയിൽ വെക്കുന്നത്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും എത്തണം, എങ്കിലേ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയും ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്യാം. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുക. ചെറിയും ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഏറ്റവും അടിയിലുണ്ടായിരുന്ന ലെയറാണ് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം വെച്ച് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ലെവലാക്കി എടുക്കാം. ചെറിയൊരു സ്റ്റാർ നോസിൽ വെച്ച് ഇതിൻ്റെ മുകളിലൊന്ന് ഫ്ലവർ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറി വെച്ച് കൊടുക്കുകയാണ്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ബട്ടർ പേപ്പറിൽ ചെറിയൊരു ഡിസൈൻ വരച്ചതാണ്. അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ബട്ടർ പേപ്പർ എടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.